ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ന്യൂ ഡ്രാമയാണ് കേട്ടോ. സ്റ്റാർട്ടിനെ കാണിക്കുന്നത് ഡ്രാമയിലെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവള് മാരേജ് ചെയ്യാൻ പോണ പയ്യൻ മരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവൻ എന്ന് പറയുന്നത് ഒരു ഫയർ ഫൈറ്ററാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെയാണ് അവൾ ആലോചിക്കുന്നത് കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ആയിരിക്കും, 3 മാസമായിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവള് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്നുണ്ട്. മാരേജ് ദിവസം തന്നെ നീ മരിച്ചില്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ ഒരു ഡയറി ഉണ്ടായിരിക്കും, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവൾ മാരേജ് ചെയ്യുമ്പോൾ ചെക്കൻ ഫയർ ഫൈറ്റർ ആവണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇതായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കരഞ്ഞ് അവൾ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കാണ്, അവനൊപ്പം ഉണ്ടായ നിമിഷങ്ങളൊക്കെ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ റീസെറ്റ് ആയിട്ട് അവൾ പഠിക്കുന്ന ടൈമിലേക്ക് പോയിട്ടുണ്ട്. ആ ടൈമിൽ ഇവളെ ഫ്രണ്ടാണെങ്കിൽ അവൾ വിളിക്കുന്നുണ്ട്, എനിക്ക് നീ ക്ലാസ്സിൽ പോകണില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവൾ പഴയതുപോലെ തന്നെ, അതായത് 10 വർഷം പിറകോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവളെ റൂം എങ്ങനെയൊക്കെയാണ്, ഇവളുടെ ഫ്രണ്ട് ആരൊക്കെയാണോ അവളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഒളിമ്പിക്സ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അതിശയം, അതായത് ഇയറൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവളാണെങ്കിൽ 2007 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നീയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും പറ്റില്ല, ഞാൻ ടൈം ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ പെട്ടെന്ന് അങ്ങനെ ഭയങ്കര ഹാപ്പി ഒക്കെ ഇട്ടൊക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ടിനെ കണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഷോക്ക് ആവണം. എന്നിട്ട് ഇവള് പറയുന്നത്, അല്ല നിനക്ക് ആക്ച്വലി എന്തിട്ട് സംഭവിച്ചു, ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളും പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ക്ലാസ്സിക്ക് പോകാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇവൾക്ക് ഇവളെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യാറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവൻ്റെ വിധിയൊക്കെ മാറ്റി എഴുതാൻ ഇവൾക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്നത്, ഞാൻ ഒരിക്കലും നിന്നെ ഞാൻ മരണത്തിന് വിട്ട് കൊടുക്കില്ല എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വോമിറ്റിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ പ്രഗ്നൻസി കിറ്റൊക്കെ വാങ്ങിയിട്ട് നോക്കണ്ട. ആ സമയത്ത് പോസിറ്റീവാണ്. ഇത് കണ്ട് ഇവൾക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്, കാരണം ടൈം ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഇവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്ന സമയത്ത് അവിടെ കുറേ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവിടെ നമ്മുടെ ഹീറോയിനെ കണ്ട്, അതായത് ഇവളെ ഹസ്ബൻഡിനെ, അവനാണെങ്കിൽ സിഗരറ്റ് വലിച്ചിരിക്കുകയാണ്. ഇവനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഫ്ലാഷാണ് ആലോചിക്കണത്, കാരണം ഫയർ ഫൈറ്റർ ആക്സിഡൻ്റ് ആണല്ലോ അവൻ മരിച്ചിട്ടുണ്ടായിരിക്കുക. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറച്ച് റൗഡി പോലെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് പേരൊക്കെ അവൻ അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ആരും അവൻ അടിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളെ അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെങ്കിൽ എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ചോദിക്കണേ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും പറയണില്ല, അവൾ വേഗം വന്നിട്ട് അവനെ ഹഗ് ചെയ്യാൻ കേട്ടോ. ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹബ്ബിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവരൊന്ന് ഷോക്ക് കിട്ടുക. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവളുടെ കയ്യിൽ പ്രഗ്നൻസിൻ്റെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരിത് കണ്ട് പറയുന്നത്, ഇവള് പ്രഗ്നൻ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടുത്തെ റൗഡികൾ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയാണ്, എന്ത് പ്രഗ്നൻ്റോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ അതെടുത്തിട്ട് വലിച്ചെറിയുന്നുണ്ട്. ആ സമയത്ത് ഹീറോ അവരോട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് പറയണേ, ഞാൻ പ്രഗ്നൻ്റ് എന്നല്ല, എനിക്ക് ബാത്റൂമിൽ നിന്ന് കിട്ടിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് നോണം പറയുന്നത്. കാരണം ഈ സമയത്ത് ഇവള് പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം ഇവനെ അറിയിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ അതൊക്കെ തട്ടിക്കാട്ടി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, സത്യമാണോ നീ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയുന്നത് അതേ സത്യം പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകേണ്ട. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അവൻ പോകുന്നത് നോക്കിയിട്ട് പറയാണ്, ഈ ടൈമിൽ നിന്നെ ഞാൻ മരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. ആ സമയത്താണെങ്കിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുന്നില്ല. അപ്പോൾ ഇവളൊരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോ ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കണം. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഇവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ. അപ്പോൾ ഇവൻ പ്രപ്പോസ് ചെയ്യാൻ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ചെന്നി ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, അവനെ പോലെ ഒരാളാരല്ല അതിനടിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ പുള്ളി ചെയ്യണ പേഴ്സണാന്ന് പറഞ്ഞിട്ട് എനിക്ക് അവനെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോക്കായിട്ട് ഇവന് സാഡായിട്ട് ആ പോവുകയാണെങ്കിൽ അവിടെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വീഴാൻ പോണ പോലെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ചെക്കനാണെങ്കിൽ ആകെ ഷോക്ക് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ ബെല്ലും ബ്രേക്കിലാണ് ഇവൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് ഇവളും ഹബി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അല്ല റൂമിന് റെൻറ്റ് കൊടുക്കാനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവൻ്റെ മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മാന്ന് വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ വേറെ റൂമൊക്കെ ഉണ്ട്, അതിങ്ങനെ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഞാൻ വരാമെന്നൊക്കെ പറയുമ്പോൾ ഇവൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മാനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ചെന്നിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഗ്രാൻഡ്മാനൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഗ്രാൻഡ്മാനെ മീറ്റ് ചെയ്യാൻ അവസരം. എന്നിട്ട് ഇവൾ ഗ്രാൻഡ്മോട് പറയുന്നുണ്ട്, വാ ഗ്രാൻഡ്മാൻ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയുന്നത് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുതായ രീതിയിൽ ഇങ്ങനെയൊക്കെ
ഇവരൊക്കെ ഗോഷ്ടി കാണിച്ചിട്ട് അവിടെ നിന്ന് പോകണ്ട. അപ്പോൾ ഇത് കണ്ട് ഇവനും ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻമ അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനൊക്കെ ഉണ്ടല്ലോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഗ്രാൻമ ആ റൂം എനിക്ക് തരുമെന്ന് ചോദിക്കണം, ഞാൻ വാടക തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഏതൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാൻമയും പറയുന്നത് അവളൊരു പെൺകുട്ടിയല്ലേ എന്ന് പറയുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻമ പറയുന്നുണ്ട് മോള് താമസിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ ഗ്രാൻമ പറയുന്നതൊക്കെ കേൾക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്ലീസ് എനിക്ക് കീതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കിഞ്ചിണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അതൊന്നും ഇഷ്ടമാവണില്ല. എന്നിട്ട് നമ്മുടെ ഗ്രാൻമ പറയുന്നുണ്ട് പാവം കുട്ടിയില്ലേ അവളവിടെ താമസിച്ചോടെന്നൊക്കെ പറയുന്നുണ്ട്, അവളെന്തിനും ഡിസ്റ്റർബൻസ് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻമേനെങ്കിൽ കീ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവള് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഇവനെ തന്നെ നോക്കണം കേട്ടോ. കാരണം മരിച്ചു പോയത് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ തിരിച്ചു വന്നേക്കാണല്ലോ. എന്നിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ ഫേസ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവനെ പിടിച്ച് ഒരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ് കിട്ടി പക്ഷേ ചെക്കനാണെങ്കിൽ വണ്ടടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടാനുണ്ടല്ലോ, ഇവളെ നോക്കി എൻ്റെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ. പാവം പേടിച്ച് പോയി. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാം നീ ഓടിക്കോടിക്കുക, നീ എന്തായാലും എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നൈറ്റാണ്. ഈ സമയത്താണ് നമ്മുടെ ഹീറോയും സ്വപ്നം കാണാണ്, ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ടയർഡായിട്ട് വരുന്ന സമയത്ത് ഇവളുടെ അടുത്ത് ക്രിസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവൾ ഇതൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതേ ടൈമിൽ ഹീറോനെ കാണിക്കുന്ന സമയത്ത് ഇവള് കിസ് ചെയ്തില്ല, അതൊക്കെയാണ് അവൻ്റെ മൈൻഡിലിട്ടാ. ഇവളെന്തിനാണ് സഡൻലി കിസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇവന് ഉറങ്ങാണ്ടാകുമ്പോൾ ഇവന് പുറത്തു നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവള് കിടക്കുന്ന പൊസിഷനൊക്കെ കണ്ട് ചെക്കൻ്റെ കൺട്രോൾ മൊത്തത്തിൽ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ ഇവിടെ നിന്ന് ശരിയാവലെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോനെ തപ്പി നോക്കണം, സ്വപ്നം കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ബസ്സിലേക്ക് കയറുന്നുണ്ട്. ആ ടൈമിൽ ഹീറോ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവനെ കണ്ട വച്ച് തന്നെ ഹായ് ചെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വേഗം ഉണ്ടല്ലോ അവൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോണെങ്കിൽ ഇവിടെ വലിയ മൈൻഡൊന്നും ചെയ്യില്ല. ഇവളാണെങ്കിലോ ക്ലോസ് ആയിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് വരണ്ട. ഹീറോ പേടിച്ച് പോകണമെങ്കിൽ ഈ സേനാവെന്ന് വിചാരിക്കും. പക്ഷേ ഇവള് വന്നത് ഹെഡ്സെറ്റ് എടുക്കാനാണ് കേട്ടോ. എന്നിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് ഇവള് മ്യൂസിക് കേൾക്കാൻ വേണ്ടി ഇരിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലുണ്ടല്ലോ ഇവനൊന്നും അവളെ നോക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വണ്ടി ബ്രേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് പിടിക്കണ വശം തന്നെ ഉണ്ടല്ലോ ഇവരിങ്ങനെ വീഴാൻ പോണ പോലെ ഉണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ മൈൻഡിൽ അവൾ നൈറ്റ് കിടന്ന പൊസിഷൻ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അവന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ആ ബ്രേക്ക് പിടിക്കാൻ പോണ സമയത്തുണ്ടല്ലോ ഇവൻ്റെ മെയിൻ പാർട്ടിൽ തന്നെ കൈവച്ചിട്ടുണ്ടായിരിക്കും. ഇത് കണ്ട് നമ്മുടെ ഹീറോ ചോദിക്കണം എന്താ നിൻ്റെ ഉദ്ദേശം ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹീറോയും സോറി പറയുന്നുണ്ട് കേട്ടോ. അല്ല ഞാൻ തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെൻ്റെ മിസ്റ്റേക്ക്, അത് ഡ്രൈവറുടെ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഡ്രൈവർ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അതായത് ബ്രേക്ക് പിടിച്ച കാരണമാണല്ലോ ഇങ്ങനെ വീണത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഹെഡ്സെറ്റ് ആയിരുന്നു എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നീ ഇവിടെ ഇരുന്നോ ഞാൻ ഇവിടെ ഇരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് എനിക്ക് പോകണ്ട. ആ സമയത്ത് ഇവളും ചെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. നീ എത്ര നാൾ എന്നെ എങ്ങനെ ഇട്ട് ഓടിപ്പിക്കുന്നത് എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും സംസാരിക്കേണ്ട. ആ സമയത്ത് ഇവിടെ വേഗം വായ പൊത്തുണ്ടിട്ടാ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കോളേജാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ എല്ലാ പെൺകുട്ടികളും തേനെ അവൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പോകണ്ടിട്ടാ. ഈ സമയത്ത് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ വരണം. ഇവർ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ബോയ്സൊക്കെയാണ് കേട്ടോ. ഇവരെ കണ്ട് നമ്മുടെ ആമ്പിള്ളാരും പെമ്പിള്ളാരൊക്കെ വെള്ളേർക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്ര നല്ല ഗ്ലാമറാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹീറോയിനാണെങ്കിൽ പറയാണ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാണ് വരുന്നത് നമ്മൾ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് പ്ലേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് പോയിരിക്കില്ല കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ അവളെ ബാക്കി പോയിട്ടുണ്ട്. ഈ ടൈമിലാണെങ്കിൽ ഇവളെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോനെ കുറിച്ചിട്ട് പറയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് നല്ല ടോപ്പ് ഫാമിലിയാണ്. പക്ഷേ ഇവൻ്റെ അച്ഛനൊന്നും ഇവനെ വലിയ രീതിയിൽ കയറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഇവള് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോനെ വളച്ചെടുക്കാൻ വേണ്ടി ഇവളാണെങ്കിൽ ഉണ്ടല്ലോ വേറെ വേഷമൊക്കെ ഇട്ട് വരാനായിട്ട്. കാരണം ഇവന് മോഡേൺ പെൺകുട്ടികളാണ് ഇഷ്ടം എന്ന് വെച്ചിട്ട് ഹീറോ ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ നിനക്ക് മാച്ചല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ സംസാരിക്കേണ്ട. ഈ സമയത്ത് ഇവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ തടയേണ്ടി കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഉണ്ടല്ലോ അവളെ കണ്ണിൽ തൊട്ടിട്ട് പറയുകയാണ് ഇത് കുറച്ച് ഇറിറ്റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആവുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നീ എന്നെ കിസ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ഇവരെ സിഗരറ്റിൻ്റെ സ്മോക്കിങ് കാരണം ഇവള് പറയുകയാണെങ്കിൽ ഇങ്ങനെ നീ സ്മോക്ക് ചെയ്ത ഹെൽത്തിനൊക്കെ ഇതൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ കിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേഗം വന്നിട്ട് അവനൊരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ് കിട്ടിയ വശം തന്നെ ഇവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവരൊക്കെയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ കേട്ടോ. വാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പാസ്റ്റ് നടന്ന കിസ് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇവളാണെങ്കിൽ ചെറുതായിട്ട് ലിപ്സ് കടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ചോദിക്കുക നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ നൈസായിട്ട് ചിരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കാര്യം ഇവന് ഓൾറെഡി ഇവളെ ഇഷ്ടമൊക്കെയാണല്ലോ. ഇത് കഴിഞ്ഞിട്ട് കോളേജാണ് കളിക്കുന്നത്. അവിടേക്കാണെങ്കിൽ ഉണ്ടല്ലോ ഫ്രണ്ട്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഇവരെ കിസ്സിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ മറ്റ് സ്റ്റുഡൻസൊക്കെ കാണുന്നത്. എന്ത് നമ്മുടെ കോളേജിലെ പോപ്പുലർ ആയിട്ടുള്ള ബോയ് നമ്മുടെ ലിന്നിനെ കിസ് ചെയ്തു. നമ്മുടെ ഹീറോയിൻ്റെ പേര് ലിന്നി എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ടീവളാണെങ്കിൽ ക്ലാസ് വന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് പറയണേ നീ ഇത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇത് കണ്ടൊന്ന് ഷോക്കാവേണ്ടി എന്നിട്ട് എല്ലാവരും ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോണ ടൈമിൽ ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അല്ല നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കേണ്ടത്. അതായത് ഇവനെ അടിക്കാൻ വന്ന ഒരു ഗ്യാങ്ങിൽ പെട്ട 2 ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇവള് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് അല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആ പ്രഗ്നൻസിൻ്റെ ഇത് പോസിറ്റീവ് കണ്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനെ അടിക്കാൻ പോകുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എന്തിനാ നിങ്ങൾ ഇവളെങ്ങനെ ടോർച്ചർ ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റൊമക്കിൽ പെയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ അവിടെ വീഴുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെറിയ ബ്ലഡ് ഉണ്ട്. അപ്പോൾ ഇവർ പറയണത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേഗം നമ്മുടെ ഹീറോ എടുത്ത് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറത്തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവളൊന്ന് ചെക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും ശരി എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ പുറത്ത് പോയി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ടെൻഷൻ ഇട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് ഇവൻ സ്മോക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഇവള് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് സ്മോക്ക് ചെയ്ത് ഹെൽത്തിനൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവൻ സ്മോക്ക് ചെയ്യണില്ല കേട്ടോ. അത് എടുത്ത് വെക്കണം. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പറയാണ് എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവൻ കാരണമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളും പേടിക്കുന്നുണ്ട് കേട്ടോ. ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വേറൊരു ക്യാരക്ടർ എൻ്റർ ആവുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇവളുടെ എക്സാണ്. അതായത് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇവനോട് ഇഷ്ടമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കേട്ടോ. ഇവൻ തിരിച്ചു വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഷോക്ക് കിട്ടാം. ഇവൻ ആരോടൊപ്പം ഇങ്ങോട്ട് വന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ ഡോക്ടർ നോക്കണ്ട. അതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ ഇവൻ കാണുന്ന സിന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്ത് കയറ്റി ഇവൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയും പറയുന്നത് നീ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് അവനോട് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ നമ്മുടെ ഈ എക്സും കൂടി വന്ന് നടക്കണം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ പറയുകയാണ് നീ അന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്ത് ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്തു, പക്ഷേ എനിക്കിപ്പോൾ നിന്നെ ശരിക്കും ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇവൾക്ക് ഇവനോട് ക്രഷ് ഉണ്ടായിരിക്കും. ആ സമയത്ത് തന്നെ ഹീറോയ്ക്ക് ഇവളോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കണ്ട. എന്നിട്ട് ഈ ചെക്കനാണെങ്കിൽ ഇവള് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവള് പറയുന്നത് എനിക്കിപ്പോൾ നിന്നോട് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവൻ പ്രൊപ്പോസൽ ചെയ്യാൻ പോകുന്ന ടൈമിലുണ്ടല്ലോ ആ ഫ്ലവർ കൊണ്ട് പോകണ്ടായിരിക്കില്ല. അപ്പോൾ ഇവള് പറയുന്നുണ്ടായിരിക്കും ആ ചെക്കനായിരിക്കും ഇവൾക്ക് ഇഷ്ടം. അത് ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും അവൻ ആ പ്രൊപ്പോസൽ ചെയ്യേണ്ട ഫ്ലവർ ഇട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. ആ സമയത്ത് മഴയും പെയ്യുന്നുണ്ട്. പിന്നീട് അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇവന് ഒരു ഡ്രീം വരാണ്. ഇവൻ്റെ അമ്മയൊക്കെ മരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കേണ്ടത് എവിടെ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഉറങ്ങാന്ന് പറയാനായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിലല്ലോ അവളെ പിടിച്ച് അവനെ മേലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഇവ സ്വപ്നത്തിലാണ് ഇവന് പറയണത് എന്നെ വിട്ട് പോകാനൊക്കെ പറയണ്ട. അമ്മേനെ കുറിച്ചിട്ടാണ് ഇവൻ പറയണത്. എന്നിട്ട് ഇവള് ചോദിക്കണം ഇവൻ എന്താണ് ഈ കാണിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവൻ്റെ അമ്മയ്ക്ക് ചെറിയ മെൻ്റലൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മേനെയും ഇവനെ ഉപേക്ഷിച്ചിട്ട് ഇവൻ്റെ അച്ഛൻ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ, വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിലല്ലോ ഇവനെ തൊട്ട് നോക്കണം. ആ സമയത്താണ് ഇവൻ കണ്ണോർക്കണം. അപ്പോൾ നോക്കുമ്പോൾ ആരെയും ഇവിളിട്ടാ. അപ്പോൾ ഇത് കണ്ട് ഇവനൊന്ന് ചോദിക്കണം. ചോദിക്കും നീ എന്തിവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവന് ഇങ്ങനെ പിടിച്ചേക്കണം. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് അത് ശരി അപ്പോൾ നീ എന്നെ പിടിച്ചിട്ട് പോവല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞു നീ എനിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ വേഗം അവിടെ നിന്ന് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവൻ്റെ ട്രൗസർ കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പ്രിൻറ്റിങ് ഒക്കെ കണ്ടിട്ട് ഇവളാണെങ്കിൽ ചിരിക്കാനുണ്ടോ നീ ഇതൊക്കെ കൊച്ചു കുട്ടിയാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് ഞാൻ ദൂരണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇവളും പേടിച്ച് വേഗം ഓടണിട്ട് പറയാണ് അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്തത് എനിക്കെന്താ ഇത്ര ചൂടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഗ്രാൻഡ്മ പറയാണ് ഫുഡ് റെഡി എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ്മ അവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം. അപ്പോൾ ഗ്രാൻഡ്മ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മയ്ക്ക് ചെറിയ മെൻ്റൽ പോലെ ഉണ്ടായിരുന്നു. അമ്മേനെ ഇട്ടിട്ട് ഇവൻ്റെ അച്ഛൻ പോയിട്ടുണ്ടായിരിക്കും ഇവനെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അമ്മ ആണെങ്കിൽ തീ കൊളുത്തി മരിച്ചിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. എന്നിട്ട് ഇവനെ വന്നിട്ട് ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരയണ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവണമെങ്കിൽ ഇവൾ എന്തിനാ കരയണമെന്ന് കേട്ടോ. നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് നീ എന്തിനാ കരയണേന്ന് ചോദിക്കേണ്ടത് നീ കരയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ എന്തോ ഒരു ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട. ആ സമയത്ത് ഇവള് ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ കേട്ടോ. അതായത് ഇവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവള് ഇത് കണ്ടു നോക്കിയിട്ട് പറയാണ് ഓ ആ ചെന്നും ഈ ചെന്നും ഒരു പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ ആ ഡിഷ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ആർത്തിയോട് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവൾ വായിൽ വെക്കണത് അവൾക്ക് ഓർമ്മയുള്ളൂ ഒരു രസം ഉണ്ടായിരിക്കില്ല കേട്ടോ. പറയും ഇത് എന്തെങ്ങനെയെന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്നിട്ട് ഇവൾ പറയുക ഈ
ഇത് എന്തൊരു ഫുഡാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഗ്രാൻഡ്മ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മയ്ക്ക് ഇതേ സെയിം ഫീലാണ് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ഹീറോ ഒന്ന് ലൈറ്റായിട്ട് ചിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാട്ടോ കുക്ക് ചെയ്തിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഈ കോള് ഇങ്ങനെ കേട്ടതിന് തുടർന്ന് ഇവൻ പറയാണ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പോവല്ലേ ഞാൻ പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വണ്ടി എടുത്ത് പോവാണ്, ഏതുവരത്തിന് അടിക്കാൻ പോവാണ് കേട്ടോ. ആ സമയത്ത് ഹീറോയും പറയുന്നത് നീ പോവല്ലേ, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം ഇവൾക്ക് അറിയാം പാസ്റ്റ് ലൈവിൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഇവന് ആക്സിഡൻറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവൾ പോകണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ പറയുന്നൊന്നും കേൾക്കണില്ല കേട്ടോ. എന്നിട്ട് ഇവൻ പറയാണ് എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇവള് പറയാണ് എടാ പൊട്ടാ നിനക്ക് ആക്സിഡൻറ്റ് ആവും, അതാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. കാരണം വരാൻ പോണ കാര്യങ്ങളൊക്കെ ഇവൾക്ക് മുൻകൂട്ടി അറിയാമല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോയിണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിനും വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി പിടിച്ചിട്ട് ആ ബൈക്കിനെ ഫോളോ എന്ന് പറഞ്ഞിട്ട് അവളും പുറകെ പോയിണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറച്ച് പേര് അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവനും അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അടിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ കോള് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇവന്മാർ പറയുകയാണ് ഇവർ പോലീസിനെ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വരണം. എന്നിട്ട് ഇവൾ ഓടി വന്നിട്ട് പറയുകയാണ് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോലെ നിനക്ക് എന്തെങ്കിലും പറ്റി നോക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര വറീഡായിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയണേ എന്താ നിൻ്റെ ഉദ്ദേശം ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവിടെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എടുത്ത് ചോദിക്കുന്നത് എനിക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് നിനക്ക് ഇങ്ങനെ ഇത്ര നാളായിട്ട് മനസ്സിലായിരുന്നു പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് കിസ് ചെയ്യണം. എന്നിട്ട് പറയാണ് എനിക്ക് നിന്നെ മാത്രം ഇഷ്ടമുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൽ ലൈറ്റായിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും പോവാണല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയാണ് ഐ ലവ് യു എന്ന് പറയണം. എന്നിട്ട് പറയാണ് ബേബി നിൻ്റെ അച്ഛനെ എന്തായാലും ഞാൻ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൊമക്കിൽ കൈവച്ച് എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നാളെ നമുക്ക് മീറ്റ് ചെയ്യാൻ. ഇവനാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. അതായത് ഏത് ഡ്രസ്സ് ഇടുന്നൊക്കെയാണ് ഡേറ്റിങ് പോലെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ തന്നെ ഇവൻ്റെ ഫാദറിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ് ഫാദറിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇവൻ ആ ഫ്ലാഷ് ബാക്കാണ് ആലോചിക്കുന്നത്. കാരണം ഫാദറാണെങ്കിൽ ഇവൻ്റെ അമ്മേനിട്ട് പോയിട്ടുണ്ടായിരിക്കില്ല, വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ പറയണേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാരും പറയാണ് വന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം നമ്മുടെ ഹീറോയും ശരി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവൻ്റെ അച്ഛനെ കാണിക്കേണ്ടി ഇവനോടാണെങ്കിൽ ഒരു പെണ്ണിനെ മാരേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പെണ്ണിനെ മാരേജ് ചെയ്യാൻ ഇഷ്ടമല്ല. നമ്മുടെ ഹീറോയിനാണല്ലോ ഇവന് ഇഷ്ടം. ഇവൻ പറയുന്നുണ്ട് ഞാൻ മാരേജ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അച്ഛൻ പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ഇവളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയാണ് എനിക്കതിന് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ പെണ്ണിനെ നോക്കിയിട്ട് പറയാണ് ഞാനൊരു ബാഡ് ബോയ് ആണ്, എന്നെ പോലത്തെ ഒരാൾ നിനക്ക് മാരേജ് ചെയ്യാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ ക്ലാസ് ടൈം കാണിക്കുന്നുണ്ട്. ക്ലാസ്സിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോനെ നോക്കണം കേട്ടോ. അവൻ്റെ പ്ലേസിലാവും വന്നിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് നീ എന്നെ മാരേജ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിലോ സ്മോക്ക് ചെയ്യാൻ സിഗരറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് അതിനേക്കാൾ വലിയ ഭയങ്കരത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ദേഷ്യപ്പെട്ടാണെങ്കിൽ അവിടെ നിന്ന് പോകണ്ടിട്ടാ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ്റെ അച്ഛൻ പറയുകയാണ് ഈ പെണ്ണിൻ്റെ അടുത്ത് എന്തായാലും എൻ്റെ മോനെ ഇന്ന് തന്നെ മാരേജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളും പറയാണ് അതെനിക്കറിയാം അങ്കിൾ എന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ പെണ്ണ് എന്തൊരു പ്ലാനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വേറൊന്നല്ല ഇവൻ പഠിക്കുന്ന കോളേജിലേക്ക് ഇവിടെ ട്രാൻസ്ഫർ ആയി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് എന്തായാലും ഞങ്ങളുടെ മാരേജ് തന്നെ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അങ്കിൾക്കാണെങ്കിൽ ഇവള് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അച്ഛനുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് എന്തായാലും കഴിക്കുന്നത് അയാൾക്ക് ഉറപ്പാണ്. അയാൾക്ക് എന്ന് പറയുന്നത് അയാൾ ബിസിനസ്സൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യണം, അല്ലാണ്ട് നമ്മുടെ ഹീറോനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ മാരേജ് ചെയ്യാൻ പോണത്. എന്നിട്ട് ഇവളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇയാളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ പുറത്ത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരിക്കില്ലല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളെ കാണുന്ന സമയത്ത് നീ എന്താ എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയണത് നീ എന്താ ക്ലാസ് വരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവളുടെ സ്റ്റൊമക്കിൽ കൈവച്ചിട്ട് ഇങ്ങനെ ഈ കാര്യം പറയാൻ പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ ചോദിക്കണം അല്ല നീ ഇപ്പം തന്നെ എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ട ഒന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇവളിങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ ആ പെണ്ണ് കാണുന്നുണ്ട്. ആ പെണ്ണ് വന്ന് കഴിഞ്ഞിട്ട് പറയാണ് അല്ല നിങ്ങളെന്ത് സംസാരിക്കണേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് ദേഷ്യം വേണ്ടി ഇതാരാൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പെണ്ണ് വന്നിട്ട് പറയാണ് ഞാൻ മാരേജ് ചെയ്യാൻ പോണ പയ്യനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇവളുടെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ നിന്ന് പിണങ്ങി പോകണ്ട. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ പെണ്ണിനെ വാണിച്ചിട്ട് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ മാരേജ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ഈ പെണ്ണ് പറയുകയാണെങ്കിൽ നിന്നെ തന്നെ ഞാൻ മാരേജ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ക്ലാസ്സാണ് കാണിക്കുന്നത് കേട്ടോ. ക്ലാസ് ടൈമിലാണെങ്കിൽ അവിടേക്ക് ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചറുടെ കൂടെ ആണെങ്കിൽ ഈ പെണ്ണും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ ഇവളാണെങ്കിൽ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിരിക്കണം. അതായത് ഇവൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത്
പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരു പ്ലാൻ ഉണ്ടെന്ന്, അത് തന്നെയാണ് കേട്ടോ ഇവൻ്റെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവള് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരാണ് ഈ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ സംസാരിക്കേണ്ടത് ഹീറോയിൻ്റെ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് ഈ പെണ്ണിന്. എന്നിട്ട് പറയുന്നത് ചെണ്ട എന്താന്നൊക്കെ പറയുന്നുണ്ടാ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്ത് അവൻ എന്താണെന്നോ. ഇവളാണെങ്കിൽ വേഗം പോകണ്ടിട്ടാ. ആ ഫ്ലവർ വാങ്ങിയിട്ട് പറയാണ് ചെന്നി എനിക്കുള്ളതാന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് എനിക്കുള്ളതാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടാലൻ്റ് നീ ഒരു കാര്യം ചെയ്യും, ആ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നു പറഞ്ഞ് നോട്ടീസ് കാണിക്കേണ്ട. അതെന്ന് പറയുന്നത് ഒരു ക്യൂൻ ഡാൻസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയാണ് ഞാൻ എന്തായാലും പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വെല്ലുവിളിക്കുന്നിട്ടാ. അപ്പോൾ അതേ സമയത്ത് ഫ്രണ്ട് പറഞ്ഞു ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഫ്ലവർ വാങ്ങി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വന്ന് വിളിക്കുന്നുണ്ടാ. വിളിക്കണ പക്ഷേ ചെക്കനാണെങ്കിൽ ഞെട്ടുണ്ടിട്ടാ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇത് ഫ്ലവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഹീറോയും പറയുന്നത് അതെനിക്കറിയാം, നീ എന്തിനാ ഈ ഫ്ലവർ അവൾക്ക് കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറഞ്ഞിട്ട് ഞാനൊന്ന് ഫ്ലവർ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. സത്യമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ആ കോമ്പറ്റീഷനാണ് കേട്ടോ. അവിടേക്ക് നമ്മുടെ ഹീറോ ഫസ്റ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവനെ മാരേജ് ചെയ്യാൻ പോണ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. ആ പെണ്ണ് നമ്മുടെ ഹീറോയിനെ വെല്ലു വിളിച്ചിട്ടുണ്ടായിരിക്കില്ല. അവളെ വിചാരം നമ്മുടെ ഹീറോയിന് ഡാൻസ് ഒന്നും അറിയില്ല എന്ന് കേട്ടോ. ഇവളാണെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവളെ ഡാൻസ് ഒക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവൾ കാണാൻ നല്ല ഗ്ലാമറാണ്, നല്ല ലുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ വലിയ മാൻഡ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. കാരണം ഇവനാണെങ്കിൽ ഇവിടെ ഇഷ്ടമൊന്നുമല്ല, നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇഷ്ടം. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കണം. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് വരുന്നുണ്ട് കേട്ടോ അവിടേക്ക്. ഇവള് വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ. ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയി വന്നിട്ട് ഇവനെ ടച്ച് ചെയ്യേണ്ടി കേട്ടോ. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വാ നമുക്ക് ഡാൻസ് കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ക്ലോസ് ആവണ്ട. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ പെണ്ണിനെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൈ നീട്ടുണ്ട് കേട്ടോ. അതായത് ഡാൻസ് കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ രണ്ടുപേരും നോക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണ് അവൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ്. എന്നിട്ട് ഇവളുടെ അടുത്ത് കൈ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ ഇവൻ കൈ മാറ്റിയിട്ട് നമ്മുടെ ആ പെണ്ണിന് കൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കലിപ്പളകിയിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്കിട്ട് ഒരു കിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വശം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കണ വശം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ, ഹീറോയിനാണെങ്കിൽ ഈ ഒരു പൊസിഷനിലുണ്ടല്ലോ അവനെ കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ആ പെണ്ണാണെങ്കിൽ ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട് കേട്ടോ. കാരണം പബ്ലിക്കായിട്ട് അവൾ കിസ് ചെയ്തല്ലോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവനെ കിസ് ചെയ്തില്ല. അപ്പോൾ ഇവർ വിട്ട് കൊടുത്തില്ല. അവൻ തിരിച്ച് നമ്മുടെ ഹീറോയിനും പിടിച്ച് കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഡീപ്പ് കിസ്സിങ് കഴിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആൾക്കാർ മൊത്തം കാണാണല്ലോ, കാരണം ഒരു ക്ലബ്ബാണല്ലോ. എന്നിട്ട് എല്ലാവരും ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ഇത് കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഇവള് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയണത് എന്ത് കിസ് ചെയ്തപ്പോഴേക്കും ഇവൾക്ക് വോമിറ്റിങ് വന്നതെന്നാണ് ഇവൻ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ ഇവിടെ മിററിൽ വന്നിട്ട് പറയാണ് ഒരു കാരണവശാലും അവർ ഒന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയാണെങ്കിൽ ഒരു മാല ഇരിക്കേണ്ടായിരിക്കും. ആ മാലയുടെ മുത്തുകളാണെങ്കിൽ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയെ മെസ്സേജ് ചെയ്തിട്ട് പറയാണ് നീ ഇവിടേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ മെസ്സേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവൾക്ക് പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണ് വരുന്നുണ്ടായിരിക്കും. ആ പെണ്ണുണ്ടല്ലോ അവളെ കയ്യിൽ ആ മാല പൊട്ടിച്ച മുത്തുകളുണ്ടായിരിക്കില്ല. ആ മുത്തുകളൊക്കെ ഇവളാണെങ്കിൽ വിതറിയിട്ടിട്ട് നമ്മുടെ ഹീറോയും അത് തട്ടി വീഴുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ചെറുതായിട്ട് അവൾക്ക് ബ്ലഡ് പോകുന്നുണ്ട്. കാരണം അവൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആണല്ലോ. ഇത് കണ്ട് നമ്മുടെ ഹീറോ വന്ന് ഷോക്കായിട്ട് ഇവളാണെങ്കിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ അവനോട് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് അവരൊക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവളെ സ്കാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നിട്ട് പറയാണ് അവൾ 3 മാസം പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. കുട്ടിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഹെൽത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീക്കാന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് കാണിക്കേണ്ടി. ഇത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം അവൾ പ്രഗ്നൻ്റോ അത് 3 മാസം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കണം. ഫസ്റ്റ് ടൈം ഇവൾ വീണ ടൈമിൽ ഇങ്ങനെ ബ്ലീഡിങ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അവൾ സ്റ്റൊമക്കിൽ കൈ വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അവൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് കൺഫേം ആണ് അവൾ പ്രഗ്നൻ്റ് ആണെന്നിട്ട് ഇവനാണെങ്കിൽ വേഗം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ഈ കേട്ടത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്, നീ പ്രഗ്നൻ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവനൊന്നും അറിയില്ലല്ലോ ആക്ച്വലി ഇവൻ്റെ കുട്ടി തന്നെയാണ് അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്നതെന്ന്. പക്ഷേ ഇവനാണെങ്കിൽ അതൊന്നും അറിയില്ലല്ലോ. ഇവൻ പറയുന്നത് നീ എന്നെ ചീറ്റ് ചെയ്തൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകണ്ട. അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്തിട്ട് ലിഫ്റ്റിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവനാണെങ്കിൽ അവളെ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ കിസ് ചെയ്യുന്ന സമയത്ത് ഇവളെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ആ പ്രഗ്നൻസി കിറ്റ് ഉണ്ടായിട്ട് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവന് മൈൻഡിൽ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയാണ് സത്യം പറയുന്നുണ്ട് കേട്ടോ, ഇതാരോ കുട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ
നമ്മുടെ ഹീറോയും പറയുന്നത് നിൻ്റെ കുട്ടിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ ഒരാളായിട്ടും കണക്റ്റഡ് അല്ല, നീ ആയിട്ട് മാത്രമേ കണക്റ്റഡ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, എന്ത് എൻ്റെ കുട്ടി ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരുമിച്ച് സ്ലീപ്പ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കുട്ടി ഉണ്ടായെന്നാണ് ഇവൻ പറയണത് കേട്ടോ. ഇവളും പറയുന്നത് സത്യമാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രെയിൻ ട്രാവൽ കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവണില്ല കേട്ടോ, കാരണം അവനും അറിയില്ലല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ്ട. അതേ സമയത്ത് തന്നെ ആ റിപ്പോർട്ടാണെങ്കിൽ നിലത്ത് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ആ പെണ്ണ് കാണുന്നുണ്ട്. അവൾ വന്നിട്ടാണെങ്കിൽ ആ റിപ്പോർട്ട് എടുത്തിട്ട് പറയണം അത് ശരി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിലല്ലോ അവളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എടുത്ത ഫോഴ്സ് വിളി കിസേൻ്റെ പറയാണ് ഇത് നമുക്ക് എന്തായാലും യാഥാർത്ഥ്യമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നിന്നെ എന്തായാലും വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവിടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് വരുന്ന ടൈമിൽ ഒരു അച്ഛനും അമ്മയും കൂടി കൊച്ചിനെ കുഞ്ചിക്കുന്നത് കാണുമ്പോൾ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ഒരു തലോണ വെച്ചിട്ട് കൊച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ കൊഞ്ചിക്കണതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമാവുണ്ട്. അപ്പോൾ തൊട്ട് പിറകിൽ നമ്മുടെ ഹീറോയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവള് ഹീറോനെ കാണില്ല. എന്നിട്ട് ഇവള് റൂമിൽ വന്ന് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് എന്താണ് നിൻ്റെ അച്ഛൻ നിന്നെ മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോനെ കാണിക്കേണ്ടി ഇവനാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഒരുപാട് സിഗരറ്റ് വലിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറ്റികളൊക്കെ താഴെ എടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇവനും ഭയങ്കര വിഷമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ കോളേജാണ് കാണിക്കുന്നത്. കോളേജിലേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയും വരുമ്പോൾ ഹീറോയും പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്തയൊക്കെ ആ പെണ്ണ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നുണ്ടോ. എന്നിട്ട് എല്ലാവരും നമ്മുടെ ഹീറോയിനെ കണ്ട് കളിയാക്കേണ്ട. ആ സമയത്ത് ഈ പെണ്ണ് വന്നിട്ട് പറയാണ് നീ പ്രഗ്നൻ്റ് അല്ലേ, ആരാ നിൻ്റെ കുട്ടിയുടെ അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് എൻ്റെ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് നിനക്കറിയോ, ചെന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മേലിലാണെങ്കിൽ പിച്ച് നീതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ വൃത്തികെട്ടവളാണ്, നീ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ മറ്റു സ്റ്റുഡൻസൊക്കെ ഉണ്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ച് പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗം അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഇത് അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ട്. സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇവളെ ചുവട്ടിൽ വന്ന് പറയുന്നുണ്ട് എൻ്റെ കുട്ടിയുടെ അച്ഛൻ ചെന്നൈ തന്നെയാണ്, ഞാൻ ചെന്നിനെ മാരേജ് ചെയ്യുന്നു പറയുന്നുണ്ടോ, നീ കണ്ടോ എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ് എനിക്ക് ഇപ്പോഴും ഇത്ര ധൈര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ണി കണ്ട കുട്ടികളുടെ അച്ഛൻ വിളിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണ് സംസാരിക്കേണ്ട. ആ സമയത്താണെങ്കിൽ കറക്റ്റ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിട്ട് പറയാണ് ഞാൻ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവേണ്ടി ഹീറോയിന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഇവളെ ബുള്ളി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളടുത്ത് ക്ലോസ് ആവേണ്ടി. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ കരയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിക്കേണ്ടി. എന്നിട്ട് നമ്മുടെ എക്സ് പറയാണ് നീ വിഷമിക്കേണ്ട, ഇപ്പം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയേണ്ടി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവ സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ ടൈമിൽ പറയണേ ഇനി ഇവിടെ ബുള്ളി ചെയ്താൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നൊക്കെ പറയേണ്ടിട്ടോ. അപ്പോൾ ഈ സമയത്ത് പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോ കേട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വേണ്ടി ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കേണ്ട. ആ സമയത്ത് ഹീറോയിൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഹീറോ എന്നിട്ട് ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇവനെ കുറേ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, പക്ഷേ റിപ്ലൈ കൊടുക്കണില്ല. പിന്നീട് ഇവിടെ എക്സ് ആണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ പ്രപ്പോസൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ആ സമയത്ത് ഇവൾ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇവനാണെങ്കിൽ അവൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഈ ആൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമൊക്കെ ആയത്. എന്നിട്ട് ഇവൻ പറയാണ് ഫസ്റ്റ് ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്ത്, പക്ഷേ എനിക്കിപ്പോൾ അതിന് ഒരുപാട് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരിക്കും. ഇവനാണെങ്കിൽ ഇത് കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ ആ ഫ്ലവർ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ അവിടെ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ എന്താ പറയണതെന്നൊന്നും കേൾക്കണേ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള ഇഷ്ടമൊന്നുമില്ല, അന്നെന്ന് പറഞ്ഞ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് എന്നോട് ക്രഷൊക്കെ ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഇഷ്ടം ചെന്നിനാന്ന് പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ അച്ഛൻ ചെന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ നീ വെറുതെ എൻ്റെ പിറകിൽ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നീ നല്ലൊരു ഫ്രണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കേണ്ടത്. സമയത്ത് ഇവൻ കൈ പിടിച്ചിട്ട് പറയണേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളും പറയുന്നുണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലവറാണെങ്കിൽ ആ പയ്യൻ തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പോകണ്ട. അപ്പോൾ ഈ ചെക്കനും സാഡ് ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗ്രാൻഡ്മേനെയാണ് കാണിക്കേണ്ടത്. ഗ്രാൻഡ്മാരുടെ അടുത്ത് നമ്മുടെ ഹീറോയും വന്നിട്ട് പറയുന്നുണ്ട് ചെന്നൈ എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ്മാർ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കോൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവൻ എന്തോ ഒരു പ്ലേസിലുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ഒരുപാട് നമ്മുടെ ഹീറോനെ വിളിക്കേണ്ടത്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോനെ കാണില്ല കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ സ്ലിപ്പ് ചെയ്ത് വീഴുന്നുണ്ട്. എന്നിട്ട് ഇവൾ പറയുകയാണ് ചെന്നൈ എവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഫ്രണ്ടിൽ വരണേ. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്നെയാണ് അന്വേഷിക്കണേന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ വേഗം വന്ന് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇടിച്ചിട്ട് പറയുകയാണ് നീ എന്തിനാ എന്നെ ഇങ്ങനെ കരയിപ്പിക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും. അങ്ങനെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് എനിക്ക് കരയണ്ടെന്ന് പറയുന്നത്, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ എടുത്ത് കൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഇതുപോലെ ഫ്ലാഷ് ബാക്കിലും അവനെടുത്ത് കൊണ്ട് പോകണ്ടായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ അതൊക്കെ ചിന്തിച്ച് ഇവള് ഹാപ്പി ആവേണ്ട അങ്ങനെ ഒരു റൂം എടുക്കാൻ വന്നിരിക്കണം. ആ സമയത്താണെങ്കിൽ നമ്മുടെ റൂം എടുക്കണ ആ പെണ്ണിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയണം ഒരു റൂം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവള് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് എന്താ ചോദിക്കേണ്ടത്. അപ്പോൾ ഹീറോയിനും പറയണത് എന്താ നമുക്ക് ഒരുമിച്ച് റൂം സ്പെൻഡ് ചെയ്താന്ന് ചോദിച്ചിട്ട് ഇവള്
ഇവള് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ കീ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കീ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ആ സമയത്ത് ആ പെണ്ണും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബെഡിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ഇവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലെ ആണ്. ഇവനാണെങ്കിൽ ഞാൻ ഷവർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകേണ്ട. ആ സമയത്ത് ഇവൻ ഷവർ ചെയ്യുന്ന ടൈമിൽ ഇവളെ കുറിച്ചൊക്കെ ആലോചിക്കണം. അഞ്ചും പറയുന്നത് ഇഷ്യൂ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ട് ഇവൻ്റെ ബോഡിയിലൊക്കെ ടച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ എക്സ്, അതൊക്കെയാണ് അവൻ്റെ മൈൻഡിൽ പോകുന്നത് കേട്ടോ. ഹീറോയിനാണെങ്കിൽ ഷവർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് ഇവനാണെങ്കിലല്ലോ കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. ഹീറോയിൻ വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവളും മനസ്സിലാവേണ്ട ഇവള് അവോയ്ഡ് ചെയ്യാൻ തന്നിട്ട് ഇവളാണെങ്കിൽ നേരെ വന്നിട്ട് ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ചുമ്മാ കിടക്കാണ്ട് ഇവളിങ്ങനെ ഓരോന്ന് പറയാനുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം സത്യം പറഞ്ഞ് എനിക്ക് കാര്യം ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടം എൻ്റെ കുട്ടിയെ വെച്ച് നീയാന്ന് പറയണ്ട. ആ സമയത്ത് ഇവനാണെങ്കിൽ അവളെ കിസ് ചെയ്തിട്ട് അന്ന് ക്ലോസ് ആവണം കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് രണ്ടും കൂടി കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് അവളെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനെ ഇത് മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ രണ്ടും കൈ കോർത്ത് ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ കോളേജിലുള്ളവർ പറയാണ് ശരിയാണ് സത്യമാണ് ഇവർ നമ്മൾ ഡേറ്റിംഗ് ആണ്, ഇവളെ കുട്ടിയുടെ അച്ഛൻ ചെന്നാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിന് നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാണ് ഇതൊക്കെ നിനക്ക് വേണ്ടി തുടങ്ങി ന്യൂട്രീഷനൊക്കെ അടങ്ങിയ ഫുഡൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ തന്നെ ഉണ്ടാക്കി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആവാൻ കേട്ടോ. കാരണം ഇവൻ പാസ്റ്റ് ലൈഫിലും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഹീറോയിൻ്റെ അടുത്ത് പറയാനുണ്ട് ഞാൻ ഫയറിന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫയർ വർക്കിന് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവള് പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അത് നീ പോകണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു ജോബിന് പോയിട്ടാണല്ലോ ഇവ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിനക്കല്ലേ ആ ജോബ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ പ്രപ്പോസലായി വന്നല്ലോ. ആ സമയത്ത് ഹീറോയും പറഞ്ഞിട്ടായിരിക്കും എൻ്റെ ഹസ്ബൻഡാണ് ആ ജോബ് ചെയ്യണമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഹീറോ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ വാക്ക് കേൾക്കാണ്ട് ഇവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. പിന്നീട് ആ ജോബിന് പോയി ആൾക്കാരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയും വരുന്ന സമയത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകണ്ടായിരിക്കും. അപ്പോൾ ഇവള് വിചാരിക്കും നമ്മുടെ ഹീറോൻ്റെ എന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ കാണണമെന്ന് പറയുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് സമ്മതിക്കില്ല കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവള് പറയാണ് എനിക്ക് നിന്നെ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ട് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര കരച്ചിട്ട് കേട്ടോ. കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇവൻ ആക്ച്വലി ആ ജോബിനൊന്നും പോയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. കാരണം ഇവള് പോകണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇവൾക്കാണെങ്കിൽ ആ ഫ്ലാഷ് ബാക്കിൽ ചെന്നിനൊക്കെയാണ് ഓർമ്മ വരാൻ. എന്നിട്ട് ഇവൾ ഓടി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് നീ എന്തിനെ വീണ്ടും വേണ്ടി എന്നെ ഇങ്ങനെ കരയിപ്പിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ നീ ജോബിന് പോകുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് എൻ്റെ അന്നത്തെ ആഗ്രഹിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഹഗ് ചെയ്യണം. എന്നിട്ട് ഇവൾക്ക് വയ്യാണ്ട് ഇവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് നീ നല്ല രീതിയിൽ റെസ്റ്റ് ഒക്കെ എടുക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഹീറോൻ്റെ ഫാദറിനെ കാണിക്കുന്നുണ്ട്. ഹീറോനെ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ മോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോ പുറത്തിരിക്കുന്ന സമയത്ത് ഇയാളാണെങ്കിൽ വന്നിട്ട് ഹീറോനെ വായിച്ചേണ്ട. ഈ സമയത്ത് ഹീറോ കണ്ടിട്ട് പോലീസ് ഇൻഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹീറോ പോകുന്ന ടൈമിൽ ഇയാൾ ഇവനെ ഫോളോ ചെയ്ത് പിറകെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോനെ കാണാണ്ട് അവളാണെങ്കിൽ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ കോൾ കണക്റ്റ് ആവണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര പേടിങ്ങി അവൻ ആ ജോബിന് പോയിന്ന് പേടിച്ചിട്ട് ഇവളാണെങ്കിൽ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അയാൾ തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോനെ കൊണ്ടുപോകാൻ നോക്കുകയാണ് കേട്ടോ. അതായത് എൻ്റെ ഫാദറിൻ്റെ അടുത്ത്. ആ സമയത്ത് കറക്റ്റ് പോലീസുകാർ വരുന്നുണ്ടായിരിക്കും. പോലീസുകാർ വന്നിട്ട് ഇയാളാണെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹീറോട് ചോദിക്കേണ്ടത് നീ ഓക്കെ അല്ലേ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്ക് അടി കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഇവന് ചെറിയതായിട്ട് മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്ത് അവൾ എടുത്തുകൊണ്ട് പോയത് നമ്മുടെ ഹീറോ മരിച്ചതും ഹീറോയിൻ അവിടെ വന്ന് കരഞ്ഞിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞതൊക്കെ അവൾക്ക് അവന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് പറയാണ് ഇവള് അവളല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നത്. അതേ സമയത്ത് ഫസ്റ്റ് ടൈം ഇവളെ കണ്ടപ്പോൾ വന്ന് ഇവള് ഹഗ് ചെയ്തിട്ട് ഹബ്ബിന്ന് വിളിച്ചതും എൻ്റെ കുട്ടിയുടെ അച്ഛൻ നീയാന്നൊക്കെ പറഞ്ഞതും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇവന് മനസ്സിലാവേണ്ട അതായത് ഇവൻ ടൈം ട്രാവൽ ചെയ്തിട്ട് വന്നേക്കാണെന്ന് കേട്ടോ. അപ്പോൾ ഇവൻ പറയുകയാണെങ്കിൽ ഇതെൻ്റെ സെക്കൻഡ് ലൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുകയാണെങ്കിൽ നീ എവിടേക്ക് പോകുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കാണാണ്ട് ഒരുപാട് വിഷമിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടീനെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേൾക്കണ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ 30 വയസ്സായി ചെന്നാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് 30 വയസ്സിലായിരിക്കും അവൻ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതേന്ന് പറയുന്നത് എനിക്ക് എല്ലാം ഓർമ്മ കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അറിയാനായിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇതെൻ്റെ സെക്കൻഡ് ലൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പ്രോമിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ
നമ്മുടെ ഹീറോയിൻ പറയാണ് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് ഇവൻ്റെ ഫാദറെ ആണെങ്കിൽ പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവൾ പറയണേ എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയണ്ട. അപ്പോൾ അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ വെഡിങ് മോതിരം എടുത്തിട്ടുണ്ട്. ആ മോതിരം എടുത്തിട്ട് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ മുട്ടുകുത്തുന്നുണ്ട് പറയുകയാണ് നിനക്ക് വീണ്ടും എന്നെ മാരേജ് ചെയ്യാൻ സമ്മതമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു മാരേജിൻ്റെ അന്നായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് ടൈം ആണ്. അപ്പോൾ ഇവളും ഓക്കെ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വെഡിങ് മോതിരം ഇവിടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹാപ്പി ആയിട്ടിരിക്കുന്നിടത്താണ് നമ്മുടെ ഈ ഡ്രാമ എൻ്റെ ആവണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.